ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. ആ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതാണ് ഒന്ന് കൈയോടെ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി, വേറെ മോശമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് ക്ലച്ചിനകത്തൊന്നുമില്ല. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണ്. അത് നിലവിൽ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ ആയിട്ടുണ്ട്, 30 കിലോമീറ്റർ മുകളിലായിട്ടുണ്ട്, 30,000 മുകളിലായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ക്ലച്ച് ഇപ്പോൾ നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്യാനുള്ള പ്രശ്നമില്ല, നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ ചെയ്തേക്കണതാണ്. വർക്കിംഗ് ആയാലും ഫ്രീ ആണ്, സ്മൂത്താണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി നമുക്കത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ നോക്കുമ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട്, അത് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കാം. അപ്പോൾ കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഡീപ്പായിട്ടുണ്ട്, ഇച്ചിരി താഴ്ചയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് മാറ്റിയിടണമായിരിക്കും സേഫ്. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കട്ട അങ്ങോട്ട് പൊളിഞ്ഞു പോന്നാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി വഴി പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. ഇതെവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് മാറ്റിയിടണമാണ് സേഫ്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, ഒരു ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ബാറ്ററിയുടെ ഭാഗമാണ്. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 12.92 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ബാറ്ററിയുടെ ടെസ്റ്റിൽ ബാറ്ററി ഫെയിൽഡാണ് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഉപയോഗിക്കുക, എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഓൾറെഡി നമുക്ക് സെൽഫ് എടുക്കാനാണ് പ്രശ്നം കാണിക്കുള്ളൂ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ തന്നെ നമുക്ക് മെയിൻ സ്റ്റാൻഡ് വയ്ക്കാൻ ഞാൻ കിക്കർ വീലൊക്കെ എന്തെങ്കിലും അഴിച്ച് ഗ്രീസിങ്ങൊക്കെ ആക്കി റെഡിയാക്കി നിർത്തിയേക്കാം. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ, മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ വെറുതെ കിക്കർ അടിച്ച വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. എന്നിട്ട് വന്ന് നമുക്ക് ബാറ്ററി മാറ്റാം. അതൊരു സെക്കൻഡറി ഓപ്ഷനാണ് കിക്കർ. അപ്പോൾ നമുക്ക് സെൽഫ് അടിക്കൽ തന്നെയാണ് പറ്റുള്ളൂ. പരമാവധി നമുക്ക് ബാറ്ററി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സജഷൻ പറഞ്ഞത് കേട്ടോ. മാക്സിമത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാലും ചില കേസിൽ കുറച്ച് നാൾ കൂടി നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നോക്കാം. കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ കൊടുത്താൽ മതി, നമുക്കത് മാറ്റിയിടാം. വെക്കുമ്പോൾ ആമറോണ്ട് തന്നെ നമുക്ക് 2 വർഷം വാറണ്ടിയുള്ള ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തും. ഈ ക്യാമൊക്കെ അഴിക്കും, നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണോണ്ടാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ആ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഇവിടെ കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ ലോഡ് വരുന്ന കേബിളാണ്. ഫ്രണ്ട് വീലും കൂടി ബ്രേക്ക് ആവണുണ്ട്. ആ കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിട്ട് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ചാടി ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തന്നെ ലോഡായിട്ട് നിന്നാൽ വണ്ടി തള്ളി നീങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. എന്തായാലും നമുക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ അത് കൈയോടെ തന്നെ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. പ്ലഗൊന്നും വേറെ പ്രശ്നമില്ല, എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കാനാണ്. പുതിയ പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്യണം. അതേപോലെ ബെൽറ്റ് മാറ്റിയിടാം. അത്ര കേസാണ് മെയിനായിട്ട് ചെയ്യുക. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഈ തവണയോടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കിലത്തെ മാക്സിമം ഓടിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അതേപോലെ ബാറ്ററിയുടെ കേസും നമ്മൾ ഓൾറെഡി ഓർമ്മയിൽ വെച്ചേക്കാം, പെൻഡിങ് നിർത്തിയേക്കാം. സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ ഏകദേശം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ.